Good morning, students. അടുത്ത question ഇതാണ്. For any two events A and B, if P of A complement equal 1 by 2, P of B complement equal 2 by 3, and P of A intersection B is equal to 1 by 4, then P of A complement by B complement equals. നമുക്ക് 4 ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നത്, 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ given നമുക്ക് തന്നിരിക്കുന്നത് P of A complement is equal to 1 by 2. Then P of A എന്തായിരിക്കും 1 minus P of A. That is 1 minus P of A complement എന്താണ് 1 by 2. That is equal to 1 by 2. Okay. ഇനി അതുപോലെ P of B complement എന്താണ് തന്നിരിക്കുന്നത് 2 by 3. Therefore P of B is equal to 1 minus P of B complement. That is 1 minus 2 by 3. That is 3 minus 2. That is equal to 1 by 3. Then P of A കിട്ടി, P of B കിട്ടി. P of A intersection B എന്താണ്? P of A intersection B is equal to തന്നിട്ടുണ്ട് 4. 1 by 4. Then we can calculate P of A union B. P of A union B എന്താണ്? P of A plus P of B minus P of A intersection B. P of A എന്താണ് 1 by 2. P of B എന്താണ് 1 by 3. P of A intersection B എത്രയാണ് 1 by 4. നമ്മൾ SC എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 by 2 plus 1 by 3 minus 1 by 4. 1 by 2 minus 1 by 4. അപ്പോൾ നമുക്ക് 1 by 4 plus 1 by 3. That is 3 3 4 7 by 12. അപ്പോൾ P of A union B is equal to 7 by 12. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് P of A complement by B complement. ഇതിന്റെ ഫോർമുല എന്താണ് P of A complement intersection B complement divided by P of B. That is P of A complement intersection B complement എന്നുള്ളതിനെ ഡി മോർഗൻ അപ്ലൈ ചെയ്യും. ഡി മോർഗൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും A union B. A union B by D Morgan's law. D Morgan അനുസരിച്ച് A complement intersection B complement എന്നുള്ളത് A union B complement ആണ് by D Morgan's law divided by P of B. ഇനി P of A union B complement എന്ന് പറഞ്ഞാൽ എന്താണ് 1 minus P of A union divided by P of B complement. ഈ 1 minus P of A union B ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് 7 by 12. P of B complement എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 2 by 3. Simplify ചെയ്യുമ്പോൾ 12 minus 7 divided by 12. Then into 3 by 2. That is answer will be 5 by 12 into 3 by 2. That is 3 1 വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ 5 by 8. Then option will be 5 by 8. Option C is the correct answer. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി എന്താണ് 5 by 8 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്തത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ P of A complement P of B complement ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് P of A കണ്ടുപിടിച്ചു, P of B കണ്ടുപിടിച്ചു. P of A intersection B നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ P of A, P of B, P of A intersection B ഉപയോഗിച്ച് P of A union B കണ്ടുപിടിക്കാം. എന്താണ് P of A union B യുടെ ഫോർമുല P of A plus P of B minus P of A intersection B. ആ ഫോർമുലയിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ P of A union B കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് P of A complement by B complement ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫോർമുല എന്താണ് P of A complement intersection B complement by P of B complement. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ നമുക്ക് ഡി മോർഗനിലും അപ്ലൈ ചെയ്യാം. A complement intersection B complementനെ ഡി മോർഗനിലും അപ്ലൈ ചെയ്യുമ്പോൾ A union B complement divided by P of B complement. A union B complement എങ്ങനെ എഴുതാം 1 minus P of A union B. P of A union B കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് 7 by 12. P of B complement എന്താണ് 2 by 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 7 by 12 by 2 by 3. 12 minus 7 by 12 into 3 by 2. Therefore കട്ട് ചെയ്തുമ്പോൾ 12 3 കട്ട് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ 5 by 8 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ. പ്രോബബിലിറ്റിയുടെ പ്രോബ്ലം ആണ്. എല്ലാവരും എഴുതിയെടുത്തു കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം.
അപ്പൊ ഈ ഒരു ഡി മോർഗൻ ലോ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡി മോർഗൻ ലോ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ആ ഡി മോർഗൻ ലോ അറിഞ്ഞിരിക്കണം. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന പി ഓഫ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പി ഓഫ് എയും പി ഓഫ് ബിയും കണ്ടുപിടിക്കാം. കാരണം ടോട്ടൽ പ്രോബിലിറ്റി ഒന്നായിരിക്കും. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ എ കോംപ്ലിമെന്റ് തന്നു, പി ഓഫ് എ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ പി ഓഫ് എ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ പി ഓഫ് ബിയും കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുള്ളതുകൊണ്ട് പി ഓഫ് എ യൂണിയൻ ബി കിട്ടും. പിന്നെ ഇവിടെ ഡി മോർഗൻ ലോ നമ്മൾ അറിഞ്ഞിരിക്കും. പേജ് എടുത്തു കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നീങ്ങാലോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. ഓരോ പ്രോബ്ലത്തിലും ആവശ്യമുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ക്ലിയർ ആക്കിയിരിക്കുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് റെഡി ആയിട്ടിരിക്കണം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. The value of alpha, the value of alpha if the angle between vector P is equal to 2 alpha square I minus 3 alpha j plus k and vector q എന്നുള്ളതാണ് I plus j plus alpha k is obtuse. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ R minus close interval 0, 1. Option B open interval 0, 1. Option C closed open 0 infinity. Then option D 1 infinity. ഇതാണ് 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ആൻസർ ആണ് കറക്റ്റ് എന്ന് പറയണം. The value of alpha if the angle between vector P and vector Q is obtuse. ഇപ്പൊ നമുക്കറിയാം രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ. ഇപ്പോ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണ്. ഇവിടെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ആ ആംഗിൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് തന്നിരിക്കുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്നുള്ള ആംഗിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റയുടെ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. കോസ് തീറ്റയുടെ വാല്യൂ ഇതാകുമ്പോൾ കോസ് തീറ്റ ഇസ് ലെസ് ദാൻ 0. കോസ് തീറ്റ ലെസ് ദാൻ 0 ആണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോസ് തീറ്റ ലെസ് ദാൻ 0 ആണെങ്കിൽ വെക്ടർ പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ 0. വെക്ടർ പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആയിരിക്കും. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി ആണ്. ഈ കോസ് തീറ്റ എന്നുള്ളത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് അത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ പി ഡോട്ട് ക്യൂ എന്നുള്ളത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ വെക്ടർ പി എന്താണ്? വെക്ടർ പി എന്ന് പറയുന്നത് 2 ആൽഫ സ്ക്വയർ ഐ
മൈനസ് 3 ആൽഫ ജെ പ്ലസ് കെ എന്നാണ്. ക്യൂ എന്താണ്? ഐ പ്ലസ് ജെ പ്ലസ് ആൽഫ കെ ആണ്. അത് ലെസ് ദാൻ 0. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഐഡിയും ഡോട്ട് പ്രൊഡക്റ്റ് 2 ആൽഫ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 ആൽഫ സ്ക്വയർ. സെക്കൻഡ് കേസിൽ മൈനസ് 3 ആൽഫ, അടുത്ത കേസിൽ പ്ലസ് ആൽഫ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് 2 പോയി കഴിയുമ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. ഈ ആൽഫ എന്നുള്ളത് alpha is the angle between value of alpha if the angle between vector p and vector q. അപ്പോൾ ഈ ആൽഫ എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ ആൽഫയുടെ വാല്യൂ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1, ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0 എന്നാണ്. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഇൻ ഓപ്പൺ ഇന്റർവൽ 0. ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? ഓപ്പൺ ഇന്റർവൽ 0 ആണ്. ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0 ആണ്. ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ 0 വരില്ല. therefore ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. therefore ആൽഫ ബിലോങ്സ് ടു ദ ഓപ്പൺ ഇന്റർവൽ 0, 1. ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? വാല്യൂ ഓഫ് ആൽഫ, ഈ ആൽഫയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ വെക്ടറിലെ വെക്ടർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആൽഫ സ്ക്വയർ ഐ മൈനസ് 3 ആൽഫ ജെ പ്ലസ് കെ ആൻഡ് വെക്ടർ ക്യൂ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് ആൽഫ കെ ആണ്. അപ്പോ ഈ വെക്ടറിലെ ഈ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇവിടെ അടുത്തുള്ള ആംഗിൾ തീറ്റ ഈസ് ദ ആ ആംഗിൾ എന്നുള്ളത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ കോസിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കോസ് തീറ്റ എന്നുള്ളത് ലെസ് ദാൻ 0 ആയിരിക്കും. കോസ് തീറ്റ എന്നുള്ളത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ കോസ് തീറ്റ ലെസ് ദാൻ 0 ആണെങ്കിൽ കോസ് തീറ്റ കാണാനുള്ള ഫോർമുല a ഡോട്ട് b ബൈ മോഡുലസ് ഓഫ് a ഡോട്ട് മോഡുലസ് ഓഫ് b ആണ്. അപ്പോൾ കോസ് തീറ്റ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വെക്ടർ p ഡോട്ട് വെക്ടർ q ലെസ് ദാൻ 0 ആയിരിക്കും. ഈ രണ്ട് വെക്ടർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 2 ആൽഫ സ്ക്വയർ മൈനസ് 3 ആൽഫ പ്ലസ് ആൽഫ ലെസ് ദാൻ 0. അപ്പോൾ 2 ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ലെസ് ദാൻ 0. ആൽഫ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. അപ്പോൾ ആൽഫ ഒരിക്കലും ലെസ് ദാൻ 0 വരില്ല. അപ്പോൾ ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. ആൽഫ മൈനസ് 1 എന്നുള്ളത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ആൽഫ എന്നുള്ളത് ലെസ് ദാൻ 1നെക്കാളും ചെറുത്. അപ്പോൾ ആൽഫ എന്നുള്ളത് എന്തായിരിക്കും? ബിലോങ്സ് ടു ദ ഓപ്പൺ ഇന്റർവൽ 0, 1. ആൽഫ ബിലോങ്സ് ടു ദ ഓപ്പൺ ഇന്റർവൽ 0, 1. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്തെടുത്തു.